പ്രദീപ് മേച്ചേരി. അപ്പം ഇന്ന് ഏറ്റുമാനൂരപ്പൻ്റെ ഒരു പഴയ ഗ്രന്ഥത്തിൽ നിന്നുള്ളൊരു കഥ പറയാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വേറൊരു കഥ പറയുകയുണ്ടായി. ഇത് കുറച്ചും കൂടിയും പഴയ ഒരു കഥയാണ്, വളരെ അപൂർവമായിട്ടുള്ളൊരു ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്. ഇപ്പം യക്ഷരാജാവായിട്ടുള്ള മണികന്ധരന് ഒരു വളരെ സുന്ദരിയായിട്ടുള്ളൊരു മകളുണ്ട്. മകളുടെ പേര് രൂപവതി എന്നാണ്. ഈ പേര് പോലെ തന്നെ ഈ സൗന്ദര്യമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു അഹങ്കാരവും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം അവര് പല ആൾക്കാരെയും, സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ പലരെയും സമീപിക്കുക, അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ ഇരിക്കണ കാലത്ത് ദീർഘ തപസ് എന്ന് പേരുള്ള ഒരു മഹർഷി തപസ് ചെയ്യാണ്. അപ്പോൾ ആ മഹർഷിയുടെ അടുത്തും മഹർഷിയൊക്കെ സമീപിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ മഹർഷി അപ്പോൾ ശപിച്ചു ഈ രൂപവതി എന്ന് പറഞ്ഞുള്ള ആ രാജകുമാരി. എന്താണെന്ന് വെച്ചാൽ വികൃതമായിട്ടൊരു രൂപം ആയിത്തീരട്ടെ, അത് മാത്രമല്ല ശരീരത്തിന് ദുർഗന്ധം ഉണ്ടാവട്ടെ എന്നായിട്ട് ശപിച്ചു. അപ്പം അങ്ങനെയായിപ്പോൾ പിന്നെ അപ്പോഴേക്കും അതിന് വലിയ വിഷമായി. അപ്പോൾ ശാപമോക്ഷം തരണം എന്നൊക്കെ ആയിട്ട് പറയും. അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല. അപ്പം അതിനായിട്ട് ബദരീകാശ്രമത്തിൽ നാരദ മഹർഷി ഉണ്ട്. നാരദ മഹർഷിയെ കണ്ടാൽ മതി, അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭംഗിയൊക്കെ പോയില്ല, അത് മാത്രമല്ല ശരീരത്തിന് ദുർഗന്ധമുണ്ട്. അപ്പം അങ്ങനെ അന്വേഷിച്ച് ബദരീകാശ്രമത്തിൽ ചെന്ന് നാരദ മഹർഷിയെ കണ്ടു. അപ്പോൾ അഹങ്കാരം കുറച്ചു കാലമായിട്ട് ഉള്ളതാണല്ലോ, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ശാപമോക്ഷം കിട്ടില്ല. അപ്പം അതുകൊണ്ട് പാർവതി ദേവിയെ നന്നായിട്ട് തപസ് ചെയ്യും. അങ്ങനെ കുറേ കാലം തപസ് ചെയ്ത് പാർവതി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് നാരദൻ പറയും. അപ്പം അതനുസരിച്ച് ഈ രൂപവതി കുറേ കാലം പാർവതി ദേവി തപസ് ചെയ്ത് അപ്പോൾ പാർവതി ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അപ്പോൾ അവളുടെ ഈ ശരീരത്തിൻ്റെ ദുർഗന്ധവും മാറ്റി, പിന്നെ വികൃതമായിട്ടുള്ള രൂപം പഴയ പോലെയുള്ള സൗന്ദര്യത്തോടു കൂടി തന്നെ രൂപവതിയാക്കി. അപ്പം അത് മാത്രമല്ല, പാർവതി ദേവിയുടെ തോഴിയാക്കുകയും കൂടി ചെയ്തു. അങ്ങനൊരു ഗുണം കൂടി കൂടുതലായിട്ട് ഈ രൂപവതിക്ക് കിട്ടി. അപ്പം അങ്ങനെ ഇരിക്കണ കാലത്താണ് ഭൂമിയിൽ അപസ്മാരബാധ ജനങ്ങൾക്കൊക്കെയായി. അപ്പം അങ്ങനെയായിപ്പോൾ കൈലാസത്തിൽ നിന്ന് ശിവൻ പുറപ്പെട്ട് ഭൂമിയിൽ വന്ന് അപസ്മാരമുള്ള ആൾക്കാരൊക്കെ അത് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ ഓരോന്ന് തുടങ്ങണം. അപ്പോൾ പ്രത്യേകിച്ച് കാശി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, വാരാണസി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഗോകർണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശിവൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് ഓരോരുത്തരുടെയും രോഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാശിയിൽ ചെന്നപ്പോൾ കുറച്ച് കാലം ശിവൻ അവിടെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്താ എന്ന് വെച്ചാൽ, അപ്പോൾ ശിവൻ വിചാരിച്ചത് ഇനി ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടി ഇനി വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും സമാധാനമാക്കണമല്ലോ, ആ ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ പാർവതി ദേവിക്ക് കാര്യം മനസ്സിലായി, കാശിയിൽ തന്നെ കൂടിയപ്പോൾ. അപ്പോൾ അവിടെ ഗംഗയുണ്ട്. അപ്പോൾ അതും ഗംഗയുടെ ഒരു കാമുകനും കൂടിയാണല്ലോ ശിവൻ. അപ്പോൾ പാർവതി ദേവിക്ക് അതിലൊരു ചെറിയൊരു അനിഷ്ടമുണ്ട്, വിഷമമുണ്ട് ഇങ്ങനെ കൈലാസത്തിലേക്ക് വരാണ്ട്. അപ്പം അവിടെ അങ്ങനെ കൂടി കുറേ കാലം. അപ്പം അങ്ങനെ ഇരിക്കണ കാലത്ത് വരപ്രകാശൻ എന്ന് പേരുള്ളൊരു മഹർഷി തപസ് ചെയ്യാണ്. അപ്പോൾ ഈ ശിവന് അപ്പം എന്ത് ഉണ്ടായി വെച്ചാൽ, കാശിയിൽ നിന്ന് പോകുന്ന നേരെ ഈ വരപ്രകാശൻ്റെ അടുത്ത്. പിന്നെ കുറേ കാലം വരപ്രകാശൻ എങ്ങോട്ട് പോവുകയാണ്, അപ്പോൾ വരപ്രകാശൻ്റെ കൂടെ പോവുക. അപ്പം അങ്ങനെ അപ്പോഴും കൈലാസിലെ കാര്യം അപ്പോഴും മറന്നു. അപ്പം അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ വരപ്രകാശൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു മാനിൻ്റെ രൂപമായി ഒരു ശിവലിംഗമൊക്കെ ഉണ്ടായി. അപ്പം അവിടെ അങ്ങനെ പൂജ ചെയ്ത് തുടങ്ങി. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു വെച്ചാൽ, ഈ മാനിനെ എടുത്ത് കയ്യിൽ വെച്ചു. അപ്പോൾ മാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പോകണ്ടേ. അപ്പോൾ കയ്യിൽ വെച്ചപ്പോൾ പിന്നെ മാൻ എങ്ങോട്ട് പോവില്ലല്ലോ. അപ്പം അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ
മാനിന്റെ രൂപത്തിലായി പിന്നത്തെ തപസ്. അപ്പൊ അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവൻ എടുത്ത് മാനിനെ കയ്യിലെടുത്ത് വെച്ചത്. അപ്പൊ മാനിനെ കയ്യിലേറ്റിയ ഊര്, അങ്ങനെയാണ് ഏറ്റുമാനൂര് എന്നുള്ള പേരുണ്ടായത്. അപ്പൊ ഇത് അത് കഴിഞ്ഞ് ശിവൻ അപ്പോൾ ശാസ്താവിനെ പറഞ്ഞയച്ചു പാർവതി ദേവിയുടെ അടുത്തേക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാശിയിലല്ല, ഇപ്പൊ ഏറ്റുമാനൂരിലാണ്. അപ്പൊ അവിടെ ഇങ്ങനെ വരപ്രകാശം എന്നുള്ള മുനി മാന്റെ കയ്യിൽ വെച്ച് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഇവിടെയാണ് കൂടിയിരിക്കണേ. അപ്പൊ അത് കേട്ടപ്പോൾ പാർവതിക്കും വലിയ സന്തോഷമായി. അപ്പൊ പാർവതിയുടെ തോഴിയായിട്ടുള്ള രൂപവതി, പിന്നെ കാളി, പിന്നെ ശാസ്താവും കൂടി ഏറ്റുമാനൂർക്ക് വരും. അപ്പൊ പാർവതി ദേവി വരുമെന്ന് കേട്ടപ്പോഴേക്കും ശിവന് സന്തോഷമായി. നേരെ മുന്നിൽ തന്നെ ഒരു മംഗളദീപം കൊളുത്തി. ഇപ്പൊ ഏറ്റുമാനൂർ അമ്പലത്തിലുണ്ടല്ലോ കെടാവിളക്ക്. അപ്പൊ എന്നിട്ട് പാർവതി, ശാസ്താവും, കാളി, പിന്നെ രൂപവതി 4 പേര് കൂടി വന്നു. അപ്പൊ ശിവനവിടെ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. വന്നപ്പോ തന്നെ പാർവതി ദേവി ആ വിളക്കുന്ന് കുറച്ച് കരി എടുത്ത് കണ്ണെഴുതി. എന്നിട്ട് മണ്ഡപത്തിലെ സ്തംഭത്തിന്റെ അവിടെ എത്തിയപ്പോ പറഞ്ഞു രൂപവതിയോട്, നീ ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇവിടെ അപസ്മാരമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ മാറ്റാൻ വേണ്ടി മണ്ഡപത്തിന്റെ സ്തംഭത്തുമ്പോ ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കാളിയോട് പറഞ്ഞു ഇതിന്റെ എതിർവശത്തായിട്ടുള്ള സ്തംഭത്തുമ്മേ കാളിയോടും ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ 2 പേർക്കും ഓരോ രൂപം. എന്നിട്ട് പാർവതി ദേവി നേരെ ശിവനിലേക്ക് ചെന്ന് ലയിച്ചു. അതോടുകൂടി ശിവന് അപസ്മാരം രോഗം മാറ്റാനുള്ള ശക്തിയൊക്കെ പോയിരുന്നു. ഈ സമയത്ത് പാർവതി ഇല്ലല്ലോ, പാർവതി കൈലാസത്തിലായി. പാർവതിയുടെ അനിഷ്ടം ഇതൊക്കെ കൊണ്ട് ശിവൻ അപസ്മാരം മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരെയായി. പക്ഷെ പിന്നെ പാർവതി ഒന്ന് ചേർന്നതോടുകൂടി ഈ അപസ്മാരമൊക്കെ മാറ്റാൻ പറ്റി തുടങ്ങി. അസുരന്മാര് ശക്തനായിട്ടുള്ള ആളാണല്ലോ ഹിരണ്യകശിപു. അപ്പൊ ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് നരസിംഹം വന്ന് ഹിരണ്യകശിപുവിന്റെ കുടൽമാല കീറി മാലയായിട്ടിട്ടു, അങ്ങനെ കൊന്നു. ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ഈ നരസിംഹത്തിന്റെ കോപം ശമിപ്പിക്കാനായിട്ട് ശിവൻ ശരഭമൂർത്തിയെ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ ഈ നരസിംഹത്തിന്റെ കോപം അങ്ങോട്ട് ശമിക്കുന്നില്ല. അപ്പൊ ഈ ശരഭമൂർത്തി വന്നിട്ടാണ്. അപ്പൊ അതാണ് ഈ ശരഭമൂർത്തിയുടെ ആദ്യത്തെ ഒരു സന്ദർഭം. അപ്പൊ അത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം അസുരന്മാരും ദേവന്മാരും ഒക്കെ ആയിട്ട് എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാവൂല. ഒരു തവണ അസുരന്മാര് ജയിച്ചു, ഇന്ദ്രൻ തോറ്റോടി കഴിഞ്ഞ് അപ്പൊ ഇന്ദ്രന് ഒരു ദേവലോകത്തൊന്നും സ്ഥാനമില്ലാണ്ട് ആകെ കഷ്ടപ്പാടായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇന്ദ്രൻ എന്താ ചെയ്തെന്ന് നരസിംഹമൂർത്തിയുടെ മന്ത്രം ജപിച്ചു ഹോമമൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നരസിംഹമൂർത്തി ഓടി വന്നു. അപ്പൊ ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഓടി. അപ്പൊ ഈ നരസിംഹമൂർത്തി പിന്നാലെ ഓടി അവസാനം ഇന്ദ്രൻ നാരദന്റെ അടുത്തെത്തും. അപ്പൊ നാരദൻ പറയും ഒരു കാര്യം ചെയ്താൽ മതി, ഏറ്റുമാനൂർ അമ്പലത്തിൽ ചെന്നാൽ മതി, അപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെന്ന് ഏറ്റുമാനൂർ അമ്പലത്തിന്റെ വായുകോണിൽ ചെന്ന് ഇന്ദ്രൻ വന്ന് വീഴും. അപ്പൊ നരസിംഹമൂർത്തിയും കൂടിയുണ്ട്. വന്ന് ഹിരണ്യകശിപുവിന് ചെയ്ത പോലെ തന്നെ ഇന്ദ്രനെ ചെയ്യാൻ വേണ്ടി മാറൊക്കെ പിളർക്കാനൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും ശരഭമൂർത്തി വന്നിട്ട് ചിറകൊണ്ടൊക്കെ അടിച്ച് കാലോണ്ടൊക്കെ ചവിട്ടി. അപ്പൊ അങ്ങനെ നരസിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയാണ്. അപ്പൊ ഈ ശരഭമൂർത്തി 8 കാലുണ്ട്. 4 കാല് നിൽക്കാനും 4 കാല് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും. അതേപോലെ ശരീരം സിംഹത്തിന്റെ പോലെയാണ്. ചിറകുകൾക്കാണെങ്കിൽ ഏകദേശം ഗരുഡന്റെ പോലെയൊക്കെ ശക്തി ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ശരഭമൂർത്തിയുടെ ഒരു രൂപം ഏകദേശം ആയിട്ട് പറഞ്ഞിരിക്കണത്. ഇതോടുകൂടി അപ്പൊ അവിടെ ദേവന്മാര്, മഹർഷികള്, മനുഷ്യര് എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശരഭമൂർത്തിയുടെ
കോപം എത്രയായിട്ട് ശമിക്കണില്ല. അപ്പോൾ അതെന്താ വേണ്ടതെന്ന്. അപ്പോൾ മഹർഷിമാരൊക്കെ പറഞ്ഞു അതിനൊരു ആകാശങ്കയിൽ നിന്ന് ജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്താൽ മതി. അപ്പോൾ ഈ ആകാശഗംഗയിൽ നിന്ന് അഷ്ടദിഗ്ഗജങ്ങൾ ജലം കൊണ്ടുവന്ന് ശരഭമൂർത്തിയെ അഭിഷേകം ചെയ്യും. അപ്പോൾ അഭിഷേകം ചെയ്തതോടുകൂടി ഈ ശരഭമൂർത്തിക്ക് സമാധാനം. പിന്നെ അപ്പോൾ നരസിംഹമൂർത്തി അവിടെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നരസിംഹമൂർത്തിയോട് പറഞ്ഞു ഇനി ബാലഗോപാല സ്വരൂപമായിട്ട് ഈ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഭക്തജനങ്ങളൊക്കെ അനുഗ്രഹിച്ച് ഇരിക്കുക. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയായി. അപ്പോൾ അതൊക്കെ ആ സമയമൊക്കെ ആയപ്പോഴേക്കും മുമ്പേ ശപിച്ചില്ല. ഈ രൂപവതി ശപിച്ച ദീർഘദിവസം അവിടെ എത്തി. അപ്പോൾ ഇങ്ങനെ ശപിച്ചതിൽ എനിക്കും വലിയ വിഷമമുണ്ടെന്നൊക്കെ ദീർഘദിവസ് പറയും. അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, അതുകൊണ്ട് ഇപ്പോൾ അപ്പം ഇങ്ങനത്തെ ശപിച്ചത് കൊണ്ടാണല്ലോ പാർവതി ദേവിയുടെ തോഴിയായിട്ടൊക്കെ തീരാൻ സാധിച്ചത്. അപ്പം അത് കുഴപ്പമില്ല, അത് ഗുണമായിട്ടാണ് ഭവിച്ചത് എന്നായിട്ട് പറയുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് ഏറ്റുമാനൂരപ്പൻ്റെ കഥ വരുന്നത്. അപ്പം എല്ലാവരും ഇത് കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക.